ഹായ് ഗൈസ്. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ബഹുമാനം. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം ഈ ഒരു വർഷം തുടങ്ങി 2 മാസം കഴിഞ്ഞു. ഇതിനോടകം വെച്ചിട്ട് ഒരുപാട് അതിക്രമങ്ങൾ നമ്മൾ കണ്ടു കുട്ടികളിൽ നിന്നും. ഓക്കെ, അപ്പം അതൊക്കെ ഈ പറഞ്ഞതുപോലെ ബഹുമാനം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇതിനാരാ ഉത്തരവാദി എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർന്നിട്ട് സൊസൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളർത്ത ദോഷം കൊണ്ട് തന്നെയാണ് അതുണ്ടാകുന്നത്. അപ്പം ഈ ന്യൂ ജനറേഷനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബഹുമാനം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം താഴെ സ്റ്റാറ്റസിലുള്ള ആൾ മുകളിലുള്ള സ്റ്റാറ്റസിലുള്ള ആളുകളെ ആൾക്ക് കൊടുക്കുന്ന എന്തോ ഒന്നാണ് എന്നാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ. അല്ലെങ്കിൽ വയസ്സിന് താഴെയുള്ള ആൾ മുകളിലുള്ള ആൾക്ക് കൊടുക്കുന്ന എന്തോ ഒരു കാര്യമാണ് ബഹുമാനം, റെസ്പെക്റ്റ്. സത്യത്തിൽ തെറ്റാണ്. നമ്മളെല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. അതായത് ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, അപ്പോൾ കൊച്ചുകുട്ടിയൊക്കെ ബഹുമാനിക്കണമെന്ന്. അതെ, അവൻ്റെ വിചാരങ്ങൾ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവനൊരു സംശയം ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കൊച്ചുകുട്ടി, ഓക്കെ, ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയാണെന്നിരിക്കട്ടെ. അപ്പം അവൻ വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്കും അറിയാം, കൂടെ ഇരിക്കുന്ന മുതിർന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പം ഞാൻ ചോദിക്കുക, അയ്യേ എടാ, നിനക്ക് ഈ സിമ്പിളായിട്ടുള്ള ഇത് നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാം. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ അവനെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പകരം നമുക്കത് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെയാണ് സംഭവം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അത് എനിക്ക് അറിഞ്ഞൂടാത്തയാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് എവിടെയെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഞാൻ അതിന് പകരം അതിനേക്ക് വേറെ പണിയൊന്നും ഇട്ട് പോവാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരത്തിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം, വില കുറച്ച് കാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ഈ താഴ്ന്ന സ്റ്റാറ്റസിലുള്ള മുകളിലുള്ള സ്റ്റാറ്റസിലുള്ള നിൽക്കുന്ന ആളുകളെ കൊടുക്കുന്നൊരു സംഭവമല്ല. റെസ്പെക്റ്റ് നമ്മളെ എല്ലാ ഫീൽഡിലും വേണം. അത് മറ്റൊരു കാര്യം. ഇനി ഏത് ഫീൽഡാണെങ്കിലും, മെഡിക്കലാണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും എന്താണെങ്കിലും, എൻജിനീയറിങ്, വാട്ടെവർ, അതെന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ടീച്ചേഴ്സിന് ഒരു വിചാരമുണ്ട്, അത് ഇനി കോളേജ് ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ, ഈ കുട്ടികൾ നമുക്ക് വിധേയരായിട്ട് ജീവിക്കേണ്ടുന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അവർക്ക് യാതൊരു വിധമായിട്ടുള്ള റൈറ്റ്സും ഇല്ല എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന കുറേ ടീച്ചേഴ്സുമുണ്ട്. മണ്ടൻ ചിന്താഗതിയാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റമുണ്ട്, പക്ഷെ എങ്കിലും ഇല്ലാത്ത ടീച്ചേഴ്സുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഡി ഷേമിങ് ചെയ്യുന്ന ടീച്ചേഴ്സുണ്ട്. അതാണ് പല കാര്യങ്ങളിലും. ഈ മുടി വളർത്തുന്നതിനകത്തും സ്കൂളിന് ഗ്രൂമിങ്ങിൻ്റെ ഒരു ഇത് കാണും. ഓക്കെ, അതല്ലാത്ത സ്കൂളുകളിൽ പോലും ടീച്ചേഴ്സ് കുട്ടികളതും പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കളിയാക്കുക. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഇത് വരും. ഓക്കെ, ലൈക്ക് മുടി വളർത്തിയ ആളുകളെന്തോ മോശമായിട്ടുള്ള ആളുകളാണ്, അത് മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ തെറ്റായിട്ടുള്ള കുറേ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് ഞാൻ പറയാൻ സ്കൂളിലും കോളേജിലേക്ക് മേ ബി അവർക്കായിട്ടുള്ള ഗ്രൂമിങ് ഒരു പോളിസിയൊക്കെ കാണും, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇല്ലാത്ത സ്കൂളുകളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികളെ ഇത് ചെയ്യുന്നത്, അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ചെയ്യുന്നത് ശരിയല്ല. കുട്ടികൾ ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. കുട്ടികൾ ചോദിച്ച് വളരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു സംസ്കാരം. അത് തന്നെയാണ്, ചോദിക്കാൻ പഠിക്കണം. ഉത്തരം പറയാൻ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ പഠിക്കണം. ഈ റെസ്പെക്റ്റിൻ്റെ കാര്യം പിന്നെ പറയുന്ന സമയത്താണ് നമ്മൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ടീച്ചേഴ്സിനൊന്നും ഈ പറഞ്ഞ പോലെ കുട്ടികൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നത് പോലും ഇഷ്ടമല്ല. അത് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം, അത് അഡ്രസ്സ് ചെയ്യണം. ചിലപ്പം വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടി കള്ളം പറയുന്നതായിരിക്കാം. അതാണെങ്കിൽ അത് അങ്ങനെ അഡ്രസ്സ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മളത് കറക്റ്റായിട്ട് മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ചില ടീച്ചേഴ്സൊക്കെ ഫുൾ മാർക്ക് കൊടുക്കത്തില്ലെന്നേ. അവൻ ഫുൾ പഠിച്ചെഴുതിയാൽ പോലും ചില ടീച്ചേഴ്സ് പറയാൻ എങ്ങനെയാണെന്ന് അറിയാമോ, ഇവൻ കോളേജസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് മാർക്ക് കിട്ടി അഹങ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട്. കൂടുതൽ മാർക്ക് കിട്ടിയാൽ അവൻ അല്ലെങ്കിൽ അവൾ അഹങ്കരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് കുറയ്ക്കാൻ ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് ഇപ്പം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത്ര ഞാൻ പറഞ്ഞത്. അല്ലാതുള്ള സ്ഥാപനം നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെ പെരുമാറ്റം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സെക്യൂരിറ്റിക്കാരുടെ പ്രശ്നമുണ്ട്.
സെക്യൂരിറ്റിക്കാർ മറ്റേ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് സ്ഥിരം നടക്കുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും പല സ്ഥാപനങ്ങളിലും. ചില സ്ഥാപനങ്ങളിലൊക്കെ സെക്യൂരിറ്റിക്കാർ പെരുമാറുന്ന കണ്ടാൽ കിടിലാണ്. ഓക്കെ, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ പെട്രോൾ പമ്പിലെ ചില ജീവനക്കാർ, ഓട്ടോക്കാർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, ചില ഏരിയാസിലൊക്കെ ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അതൊക്കെ ബഹുമാന ഇല്ലായ്മയുടെ ഒരു പ്രശ്നം തന്നെയാണ്. പറ്റത്തില്ലെങ്കിൽ വേറെ പണിക്ക് പോകണമെന്നേ, അവർക്ക് ആ ജോലി ഇഷ്ടമല്ല, താല്പര്യമല്ല എന്നുണ്ടെങ്കിൽ വിട്ടിട്ട് വേറെ ജോലിക്ക് പോവുക, മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. വേണമെങ്കിൽ എടുത്തിട്ട് പോടാന്നുള്ള രീതിയിൽ കൂടെ പെരുമാറുന്ന ആളുകളുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം പറയത്തില്ല, സാധനം എവിടെ ഇരിക്കുന്നത് പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് ഇപ്പോഴും. അത് അവർക്ക് മേ ബി അവർക്ക് സാലറി കുറവായതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് കുറ്റം പറയല്ല, സാലറി കുറവായിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുക എന്നുള്ളതാണ്. വേറെ ജോലി നോക്കുക, അതിന് പറ്റുന്ന രീതിയിലുള്ള വേറെ ജോലി നോക്കാം, സ്യൂട്ടബിൾ ആയിട്ടുള്ള. അതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഇനി ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ നമ്മളെ സെർവ് ചെയ്യുന്ന ആളുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ടീച്ചേഴ്സ് ആണെങ്കിലും സെക്യൂരിറ്റി വാട്ടവർ. തിരിച്ച് ക്ലയൻസിനും കുറേ ഉത്തരവാദിത്തമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള. ഓക്കെ, ചില ക്ലയൻസുകളൊക്കെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇവരുടെ എന്തോ കൂലിക്കാരെന്നുള്ള രീതിയിൽ കൂടെ അങ്ങനെ പെരുമാറുന്ന കുറേ ക്ലയൻറ്റുകളുമുണ്ട്. അതായത് ഉപഭോക്താക്കൾ. ചില മറ്റേ ചെന്നിട്ട് സെയിൽസ്മാൻ്റെ അടുത്ത് കയറി മിക്കിട്ട് കയറുന്ന ആളുണ്ട്, സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് മിക്കിട്ട് കയറുന്ന ആളുണ്ട്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഈ പറഞ്ഞ കണക്ക് ഒരു മുൻവിധിയോടുകൂടി ഇവരെടുത്ത് പെരുമാറുന്നു. ഓക്കെ, ഇതിങ്ങനെ സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഈ ഒരു എത്തിക്കൽ ഇത് കറക്റ്റായിട്ട് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. എത്തിക്കൽ വാല്യൂസ്, മോറൽ സയൻസ് ക്ലാസ്സുകൾ അത് കമ്പൽസറി ആക്കണം. എങ്കിലേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതും ബഹുമാനക്കുറവും കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികളൊക്കെ തമ്മിൽ തല്ലുന്നതും അക്രമത്തിലേക്ക് കലാശിക്കുന്നതുമല്ല. പിന്നെ ഡിവോഴ്സുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും റെസ്പെക്റ്റും ഇല്ലാത്തത് കൊണ്ടാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ കണക്ക് ഒരു മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ. അതുകൊണ്ട് തന്നെയാണ് ഡിവോഴ്സുകളുടെ എണ്ണം വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് വീട്ടുകാരുടെ ഇടപെടലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ. ഓക്കെ, അത് വലിയൊരു പങ്കും അതിനകത്തും വഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പേഴ്സണാലിറ്റി ഇവർക്കുണ്ടാവണം, കല്യാണം കഴിച്ചവർക്കുണ്ടാവണം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അതില്ലാത്ത പക്ഷമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ ഒരു റെസ്പെക്റ്റില്ലായ്മയിൽ അതുകൊണ്ടാണല്ലോ ഈ സ്വാഭാവികമായിട്ടും. ഓക്കെ, അതാണ് മറ്റേ ആളുടെ ഇത് നമ്മൾ കുറേയൊക്കെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അവരുടെ രീതിയിലാണ് എല്ലാം നമ്മൾ വിചാരിച്ച കണക്ക് നടക്കാവൂ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഇനി അതല്ല, ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേ ആൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ബഹുമാനിച്ചിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റണം. അതിനുള്ള ഇത് ഗ്യാപ്പ് രണ്ടുപേർക്കിടയിലും ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു റെസ്പെക്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇല്ലാത്ത പ്രശ്നമാണ് ഈ പറഞ്ഞ ആസിഡ് ഒഴിക്കുന്നതും അതും ഇതുമെല്ലാം ഓരോ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത് ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ താഴെ സ്റ്റാറ്റസിലുള്ള ആളും മുകളിലെ സ്റ്റാറ്റസിലുള്ള ആളും കൊടുക്കുന്നതല്ല, നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ സാറ് വിളി അങ്ങനെയുള്ള ഓരോ വിളികളുണ്ട്, സല്യൂട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചില പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് കമ്പൽസറി ആയിട്ട് വിളിക്കണം എന്നുള്ളതുണ്ട്. ഇന്ന ഗൈഡിലുള്ള ആളുടെ ഈ സാറ് വിളിയൊക്കെ ഈ പറഞ്ഞ നമ്മൾ ഇവിടെ നിന്ന് അല്ലാണ്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും സാറിനെ വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഓക്കെ, അവർ മിസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ആണാണെങ്കിൽ മിസ്റ്റർ എന്ന് വിളിക്കാം. പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ മിസ്സസ്, അല്ലെങ്കിൽ ഇല്ലാത്തവരെ മിസ് എന്ന് അഭിസംബോധന ചെയ്യാം. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു വിളി ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ ചിലപ്പം ചോദിക്കുന്ന ഇവിടെ ഈ പറഞ്ഞ ഈ എന്താണ് സാറെന്ന് വിളിക്കുന്ന ആ ഒരു പദം മാറ്റുക എന്നുള്ള ഇത് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം അറിയാമോ? നമ്മൾ ഇത്ര നാൾ വന്നുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തിലെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ സാറെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേര് വിളിക്കും, പിന്നെ വേറെ എന്തെങ്കിലും വിളിക്കും, അതിൻ്റെ കൂടെ ചേർത്ത് വേറെ എന്തെങ്കിലും വിളിക്കും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് മാറ്റം പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഓക്കെ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് റിസ്ക് എലമെൻസുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാം ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക, എല്ലാവരും ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്.